ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സീതാദേവി ഹനുമാന് തത്വോപദേശം ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ ഹനുമാൻ വേദാന്ത ശ്രവണത്തിന് അധികാരിയാണ് എന്ന് മാത്രമല്ല, അനന്യഭക്തനായതുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല വാക്കുകളെ കൊണ്ട് എങ്കിലും തത്വവിജ്ഞാനം മാത്രം ഇച്ഛിക്കുന്നവനാണ് ഹനുമാൻ എന്ന് ശ്രീരാമൻ വെളിപ്പെടുത്തി. അതുകൊണ്ട് എല്ലാ വിധത്തിലും അധികാരിയായ ഹനുമാന് തത്വോപദേശം ചെയ്യണമേ എന്ന് സീതയോട് ആവശ്യപ്പെട്ടു. തുടർന്ന് ശ്രീരാമദേവനേവം അരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി. വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ, ശ്രീരാമപാദഭക്ത പ്രവര കേട്ടാലും നീ. സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം. നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്ന് നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനെ നീ. നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം. ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമൻ എന്നറിഞ്ഞുകൊണ്ടാലും നീ. സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം. സർവദാ സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും. ഇവിടെ സീതാദേവി ഉപദേശിക്കുന്നതിന് മുമ്പായി സംബോധന ചെയ്യുന്ന ആ ഒരു വാക്യം മലയാളത്തിൻ്റെ ഭാഷാപിതാവായി നാം എഴുത്തച്ഛനെ മാനിക്കുന്നുവല്ലോ. ആ ഒരു ഭാഷാപിതൃത്വ മഹിമ അത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് എഴുത്തച്ഛൻ്റെ ഓരോ വാക്കുകളും. അധ്യാത്മരാമായണം മൂലത്തിൽ വ്യാസഭഗവാൻ രചിച്ച തന്തുവിൽ നിന്ന് അങ്ങും ഇങ്ങും വ്യതിചലിക്കുന്നില്ലെങ്കിലും ഒരു സ്വതന്ത്ര അനുവാദത്തിൽ തനിക്കുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഹൃദ്യസുന്ദരമായ മലയാളത്തിൻ്റെ പ്രയോഗം അത് നമുക്ക് പഠിപ്പിച്ചത്, പ്രവർത്തിച്ചാരംഭിച്ചത് എഴുത്തച്ഛനാണ്. നോക്കൂ, വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ, ഈ ഒരു പരാമർശം. ഇനി വരുന്ന വർണ്ണനാഭാഗം ഉപനിഷദ് വാക്യങ്ങൾ നിറഞ്ഞ ശുദ്ധ സംസ്കൃത പദാവലികൾ മാത്രമാണ് ഏറെക്കുറെ. എന്നാൽ അത് ഉപദേശിക്കുന്നതിന് മുമ്പായിട്ടുള്ള സംബോധന വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ. ഇതെങ്ങനെ വാക്കുകളെ കൊണ്ട് വർണ്ണിക്കും അതിൻ്റെ സൗന്ദര്യം? ഇങ്ങനെ സമഞ്ജസമായി സംസ്കൃത പദങ്ങളെ എടുത്ത് ശുദ്ധ മലയാള പദങ്ങളെ ചേർത്ത് വിരചിക്കുന്ന ആ ഒരു ശൈലീ വിശേഷം, അവിടെയാണ് ഭാഷാപിതാവെന്നുള്ള എഴുത്തച്ഛൻ്റെ സ്ഥാനമഹിമ എത്രമാത്രം പ്രതിഷ്ഠിതമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഏതായാലും വീണ്ടും സംബോധന ചെയ്യുന്നു, ശ്രീരാമ ഭക്തപ്രവര
ശ്രീരാമഭക്തന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ളവനെ, പ്രകൃഷ്ടമായ ഭക്തിയോടൊത്തവനെ. ഇത് തീർച്ചയായിട്ടും തത്വശ്രവണത്തിനുള്ള ഹനുമാൻ്റെ അധികാരത്തെ എടുത്തു കാണിക്കുന്നു. മറ്റൊന്ന്, വീരശൂര പരാക്രമികളായിട്ടുള്ള വ്യക്തികൾ അവരിൽ അദ്വിതീയനാണെന്ന് സംബോധന ചെയ്തതിലൂടെ അങ്ങനെയുള്ളവർ പഠിക്കേണ്ടുന്നതാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടുന്നതാണ് വേദാന്തം എന്നുള്ള വലിയ ഒരു സന്ദേശം നൽകപ്പെടുകയാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഈ വേദാന്ത തത്വശ്രവണമൊക്കെ മറ്റൊന്നിനും കൊള്ളില്ല, കുറച്ച് ദുർബലന്മാരുടെ വ്യവഹാരമാണ്, അഥവാ ഭൗതികമായി അവനെ വേറൊന്നിനും കൊള്ളില്ല, ഇനി കുറച്ച് വേദാന്തമൊക്കെ മനസ്സിലാക്കട്ടെ, അല്ലെങ്കിൽ കുറച്ച് ആധ്യാത്മികമൊക്കെ ആവട്ടെ. ഈ വിധത്തിലൊക്കെയുള്ള ധാരണ പിശകുകൾ എങ്ങനെയൊക്കെയോ നമ്മുടെ സമാജത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ വേദാന്തോപദേശം ചെയ്യുന്ന സന്ദർഭത്തിൽ, അഥവാ ചെയ്യാൻ ആരംഭിക്കുന്ന സന്ദർഭത്തിൽ സീതാദേവി ഹനുമാനെ വിളിക്കുന്ന വാക്യം വീരന്മാർ ചൂടുന്ന മകുടത്തിൻ നായകക്കല്ല് എന്നാണ്. അത്ര വീരപരാക്രമിയായ വ്യക്തിയാണിവിടെ വേദാന്ത ശ്രവണത്തിന് വന്നിട്ടുള്ളത്. ചിന്തിക്കുക നമ്മൾ. അതുകൊണ്ട് എല്ലാത്തിനും കൊള്ളുന്നവർക്കുള്ളതാണ്, എല്ലാത്തിനും പോരുന്നവർക്കുള്ളതാണ് വേദാന്തം, അല്ലാതെ ഒന്നിനും കൊള്ളാത്തവർക്കുള്ളതല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണ് രാമതത്വം? അവിടെ മാനുഷഭാവത്തിൽ വിവിധങ്ങളായ അവതാരലീലകൾ ആടുന്ന ശ്രീരാമൻ്റെ ജീവചരിത്രമല്ല പറയുന്നത്, പാരമാർത്ഥികമായ രാമതത്വമാണ്. ആ പാരമാർത്ഥികമായ രാമതത്വത്തെ സച്ചിദാനന്ദമാണ്, ഏകമാണ്, അദ്വയമാണ് എന്നാദ്യം പറയുന്നു. ഇത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു വാക്യമാണ്. താത്പര്യം ഈശ്വര തത്വം, പരമേശ്വര തത്വം, പരമാത്മതത്വം ഏകമാണ് എന്ന് ആവർത്തിച്ച് പറയുന്നതാണ് വേദം. അവിടെ ഈശ്വരൻ ഏകനാണ് എന്ന് പറയാൻ വേദത്തിന് ഇഷ്ടമില്ല. കാരണം കേവലം ഏകനെന്ന് മാത്രം പറയുമ്പോൾ സംഖ്യ വിനിയോഗിക്കപ്പെടുന്നത് ബഹുത്വത്തെ സൂചിപ്പിക്കാനായതുകൊണ്ട് ഒരനേകത്വ ഭ്രമം നമുക്കുണ്ടാവാം. അതുകൊണ്ട് എവിടെ ഏകനെന്ന് പറയുന്നു അവിടെയൊക്കെ അദ്വിതീയം, രണ്ടാമതൊന്നില്ലാത്ത ഏകം എന്ന് വേദാന്തം ആവർത്തിച്ച് പറയും. ഇത് ശ്രദ്ധേയമാണ്. അപ്പോൾ ഈശ്വരൻ ഏകമാണെന്ന് മാത്രമല്ല, രണ്ടാമതൊന്നില്ലാത്ത ഏകമാണ്. അവിടെ ഈശ്വരന് തുല്യമോ വിപരീതമോ ആയി മറ്റൊരു ശക്തിയില്ല. വന്ദിക്കപ്പെടേണ്ട ഈശ്വരനും തിരസ്കരിക്കപ്പെടേണ്ട ഒരു അന്യശക്തിയുമില്ല. അത് ചിന്തിക്കുക. ആരാധിക്കപ്പെടേണ്ടവനും കല്ലെറിയപ്പെടേണ്ടവനുമില്ല. ആരിൽ നിന്ന് അനുഗ്രഹം ലഭിക്കണമോ, ആരിൽ നിന്ന് ഉപദ്രവം ലഭിക്കാതിരിക്കണമോ, അങ്ങനെ രണ്ടില്ല ഇവിടെ. അതെല്ലാം ദ്വൈതമാണ്. എവിടെ ഈശ്വരനെ വന്ദിക്കുന്നു, ഈശ്വര ഭിന്നമായതിനെ കല്ലെറിയുകയും ചെയ്യുന്നുണ്ടോ? എവിടെ ഈശ്വരനിൽ നിന്ന് അനുഗ്രഹം പ്രാർത്ഥിക്കുമ്പോൾ വിപരീത ശക്തിയിൽ നിന്ന് ഉപദ്രവം ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? അതൊക്കെ ദ്വൈതപരമാണ്. എന്നാൽ വേദാന്തം പരമസത്യം ഏകമാണെന്ന് പറഞ്ഞിട്ടും തൃപ്തി വരാതെ അദ്വിതീയമാണെന്ന് പറയും, രണ്ടാമതൊന്നില്ലാത്ത ഏകം. ഇത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം സനാതനധർമ്മത്തെ തെറ്റിദ്ധരിപ്പിക്കാനും ദുർവ്യാഖ്യാനം ചെയ്യാനും നിന്ദിക്കാനും തദ്വാര ശാസ്ത്രജ്ഞാനമില്ലാത്ത സാമാന്യ സമൂഹത്തെ ഭ്രമിപ്പിക്കാനും വേണ്ടി അനേകേശ്വരവാദമാണിതെന്ന് പലരും ജൽപ്പനം ചെയ്യുമ്പോൾ ഈ പരമാർത്ഥം നമ്മൾ മനസ്സിലാക്കുക. ഏകമെന്ന് പോലുമല്ല, രണ്ടാമതൊന്നില്ലാത്ത ഏകം. ഓർക്കുക. തുടർന്ന് നമുക്ക് ഈ വിഷയം ചിന്തിക്കാം.